ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എൻ്റെ പേര് ജിബീഷ് എന്നാണ്. ട്യൂട്ട് വണ്ണിൻ്റെ പുതിയ ഫിസിക്സ് ക്ലാസ്സാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ഡ്യുവൽ നാച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. നിങ്ങൾക്കറിയാം, നിങ്ങൾ മുമ്പ് പഠിച്ച രണ്ട് ചാപ്റ്റേഴ്സ് ഫിസിക്സിലെ നമ്മുടെ +2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഒന്ന് റേ ഓപ്റ്റിക്സും അടുത്തത് വേവ് ഓപ്റ്റിക്സും. അതൊക്കെ നന്നായി പഠിച്ചു കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അതിന് ശേഷം വരുന്ന നിങ്ങളുടെ സിലബസ് അനുസരിച്ച്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് അതിന് ശേഷം വരുന്ന ചാപ്റ്ററാണ് ഡ്യുവൽ നാച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾ നോക്കുക, ഡ്യുവൽ നാച്ചർ. ഡ്യുവൽ നാച്ചർ എന്ന് പറഞ്ഞാൽ രണ്ട് നാച്ചർ. ആരുടെ രണ്ട് നാച്ചർ? റേഡിയേഷൻ്റെ. ഇപ്പോൾ റേഡിയേഷൻ എന്താണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ +1 പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? യെസ്. അപ്പോൾ ഈ റേഡിയേഷൻ്റെ രണ്ട് സ്വഭാവങ്ങൾ ഏതൊക്കെയാണ്? ആ രണ്ട് നാച്ചർ നമുക്ക് വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ രണ്ട് ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഇതിന് തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ വേവ് ഒപ്റ്റിക്സ് ആയിരുന്നു, അതിന് മുമ്പുള്ളതായിരുന്നു റേ ഒപ്റ്റിക്സ്. ഓർമ്മയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവാം. എന്തായിരുന്നു റേ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് മീൻ ബൈ ഒപ്റ്റിക്സ്? ആദ്യം ഒപ്റ്റിക്സ് എന്താണെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് റേ ഒപ്റ്റിക്സിലേക്ക് വരാം. ഒപ്റ്റിക്സ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലൈറ്റ്. ലൈറ്റിനെ കുറിച്ചുള്ള സ്റ്റഡിയാണെന്ത്? ഒപ്റ്റിക്സ്. ദെൻ എന്താണ് റേ ഒപ്റ്റിക്സ്? നിങ്ങൾ ആ ചാപ്റ്ററിൽ ഒരുപാട് ഡയഗ്രാംസും കാര്യമൊക്കെ വരച്ചിട്ടുണ്ട്. ആ വരച്ച ഡയഗ്രത്തിലൊക്കെ ലൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രെയിറ്റ് ലൈൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. അതിൻ്റെ അർത്ഥം റേ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലൈറ്റ് ബൈ കൺസിഡറിങ് ലൈറ്റ് ആസ് എ റേ. ലൈറ്റിനെ റേ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ പഠിച്ച ഒപ്റ്റിക്സിലെ ബ്രാഞ്ചാണ് റേ ഒപ്റ്റിക്സ്. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ ലൈറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? എന്താണ് ലൈറ്റ്? ലൈറ്റിൻ്റെ ഫോം എന്താ? ഈസ് ഇറ്റ് സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്? നിങ്ങൾ മാറ്ററിൻ്റെ പല സ്റ്റേറ്റിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. ലൈറ്റ് സോളിഡ് ആണോ? അല്ല. ലിക്വിഡ്? നോ. ഗ്യാസും അല്ല. ഇതൊന്നും അല്ലാത്ത ലൈറ്റ് എന്താണ്? കേട്ടിട്ടുണ്ട്, ലൈറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി. എനർജിയുടെ ഒരു ഫോമാണ് ലൈറ്റ്. അപ്പോൾ എനർജിയുടെ ഒരു ഫോം ആവുമ്പോൾ എങ്ങനെയാണ് ഈ എനർജി ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നത്? ഇസ് ഇറ്റ് ട്രാവലിംഗ് ആസ് എ റേ ഓർ എ വേവ്? പാർട്ടിക്കിൾ ആയിട്ടാണോ അല്ലെങ്കിൽ വേവ് ആയിട്ടാണോ ലൈറ്റ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വാട്ട് ഈസ് ദ നാച്ചർ ഓഫ് ലൈറ്റ്? ലൈറ്റിൻ്റെ സ്വഭാവം എന്താണ്? ഈ ഒരു ക്വസ്റ്റ്യന് ആദ്യമായിട്ടൊരു ആൻസർ തന്നത് നമുക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സയൻറ്റിസ്റ്റ് തന്നെയാണ്, നിങ്ങൾക്കറിയാം, ന്യൂട്ടനാണ്. ന്യൂട്ടനാണ് ലൈറ്റിൻ്റെ നാച്ചറിനെ കുറിച്ച് ആദ്യമായിട്ടൊരു തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, കോപ്പസ്കുലാർ തിയറി, കണികാ സിദ്ധാന്തം എന്ന് പറയും മലയാളത്തിൽ. ആ കോപ്പസ്കുലാർ തിയറി അനുസരിച്ച് ലൈറ്റിൻ്റെ നാച്ചർ, ന്യൂട്ടൻ പറഞ്ഞത് ലൈറ്റ് ഇസ് എ പാർട്ടിക്കിൾ. വളരെ സ്മോൾ ആയിട്ടുള്ള, സ്മൂത്ത് ആയിട്ടുള്ള, സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്ന പാർട്ടിക്കിളാണ് ലൈറ്റ് എന്നാണ് ന്യൂട്ടൻ കോപ്പസ്കുലാർ തിയറിയിലൂടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആരായാലും ഒരു തിയറി പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമുക്കൊക്കെ വേണമെങ്കിൽ പലതും പറയാം, പക്ഷേ അതിനൊക്കെ ഒരു തിയറി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമോ? എപ്പോഴാണ് നമ്മൾ പറയുന്ന കാര്യം ഒരു തിയറിയായി മാറുന്നത്? നമുക്ക് പരിചയമുള്ള എന്തെങ്കിലും ഒരു ഫിനോമിനൻ ആ തിയറി വെച്ച് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന ഐഡിയ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് അതിനൊരു തിയറി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ന്യൂട്ടൻ കോപ്പസ്കുലാർ തിയറി പറഞ്ഞു. അപ്പോൾ ലെറ്റ്സ് സീ, ന്യൂട്ടന് എന്തൊക്കെ കാര്യങ്ങൾ, ലൈറ്റിൻ്റെ ഏതൊക്കെ സ്വഭാവങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ പഠിച്ചിട്ടുള്ള ലൈറ്റിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് റിഫ്ലക്ഷൻ. ആ റിഫ്ലക്ഷൻ യൂസ് ചെയ്തിട്ടാണ് മിറർ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ റേ ഒപ്റ്റിക്സിലെ റേ ഡയഗ്രം ഒക്കെ വരച്ചിട്ടുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ റിഫ്ലക്ഷൻ? ഡെഫിനിഷൻ എന്താ റിഫ്ലക്ഷൻ്റെ? വാട്ട് ഈസ് മീൻ ബൈ റിഫ്ലക്ഷൻ? എങ്ങനെ ഡിഫൈൻ ചെയ്യും നമ്മൾ? ഫിനോമിനൻ ഓഫ് ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് ഫോൾസ് ഓൺ എ സ്മൂത്ത് സർഫസ്. ഒരു സ്മൂത്ത് സർഫസിൽ ലൈറ്റ് പോയി വീഴുമ്പോൾ അത് തിരിച്ചു വരുന്നു. അതിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഫെമിലിയർ ആണ്, നമുക്ക് പ്രാക്ടിക്കലി നിങ്ങൾ എല്ലാ ദിവസവും കണ്ണാടിയുടെ മുമ്പ് പോയി നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ മനോഹരമായ പ്രതിബിംബം നിങ്ങൾക്ക് കണ്ണാടിയിൽ കാണാം. എന്താ അവിടെ സംഭവിക്കുന്നത്? നിങ്ങളുടെ മേലെ നിന്നുള്ള ലൈറ്റ് കണ്ണാടിയുടെ മേലെ പോയി വീഴുന്നു, അത് തട്ടി തിരിച്ചു വരുന്നു. ഇതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിനോമിനൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ഇപ്പം ന്യൂട്ടൻ്റെ കോപ്പസ്കുലാർ തിയറിയിൽ പറഞ്ഞത് ലൈറ്റ് ഇസ് എ പാർട്ടിക്കിൾ എന്നാണ്. അപ്പോൾ ലൈറ്റ് പാർട്ടിക്കിൾ ആണെങ്കിൽ ന്യൂട്ടൻ പറഞ്ഞത് നമ്മളൊരു റബ്ബർ ബോൾ ഒരു ഹാർഡ് സർഫസിൽ എറിഞ്ഞാൽ ആ റബ്ബർ ബോൾ എങ്ങനെയാണോ തിരിച്ചു വരുന്നത്, അതേപോലെയാണ് ലൈറ്റ് എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഈ കണ്ണാടിയിൽ അല്ലെങ്കിൽ ഒരു സ്മൂത്ത് സർഫസിൽ പോകുമ്പോൾ അവിടെ തട്ടി തിരിച്ചു വരുന്നത്. അപ്പോൾ ന്യൂട്ടൻ്റെ കോപ്പസ്കുലാർ തിയറി അനുസരിച്ച് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനന് വളരെ സക്സസ്ഫുള്ളി ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റി. രണ്ടാമത്തെ നിങ്ങൾ പഠിച്ച ആ ചാപ്റ്ററിൽ പഠിച്ച ലൈറ്റിൻ്റെ ഫിനോമിനാണ് റിഫ്രാക്ഷൻ. ഇതും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ലെൻസൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ഫിനോമിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്കറിയാം. ഡെഫിനിഷൻ എന്തായിരുന്നു റിഫ്രാക്ഷൻ്റെ?
ഫിനോമിനൻ ഓഫ് ബെൻഡിങ് ഓഫ് ലൈറ്റ് വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ അല്ലേ. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ആ ലൈറ്റിൻ്റെ പാത്തിൽ ഒരു ഡീവിയേഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാവുന്നു. ആ ചേഞ്ചിനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുക, ഈ ഡയഗ്രാം അനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ വരുന്ന റേ ഈ നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം ലൈറ്റ് ട്രാവൽ ചെയ്തിരിക്കുന്നത് ഒരു റെയർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്കാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാത്തത്. സോ വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം എയർ ടു ഗ്ലാസ് ഇറ്റ് ബെൻഡ്സ് ടുവേർഡ്സ് നോർമൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബെൻഡിങ് സംഭവിക്കുന്നത്? അവിടെയും ന്യൂട്ടൻ്റെ തിയറിക്ക് സക്സസ്ഫുൾ എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു. കാരണം ന്യൂട്ടൺ പറഞ്ഞത് ലൈറ്റ് ഈസ് എ പാർട്ടിക്കിൾ എന്നാണ്. അപ്പോൾ ആ പാർട്ടിക്കിൾ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്കറിയാം മീഡിയത്തിൻ്റെ ഡെൻസിറ്റിയിൽ വ്യത്യാസമുണ്ട്. എല്ലാ മീഡിയത്തിനും ഒരേ ഡെൻസിറ്റി അല്ല. അപ്പോൾ ഈ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസം കൊണ്ട് തന്നെ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പീഡിലും വേരിയേഷൻ ഉണ്ടാവും. ആ സ്പീഡിലുള്ള വേരിയേഷൻ കൊണ്ടാണ് ഇങ്ങനെ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നത്. അപ്പോൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനും ന്യൂട്ടന് സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ പറഞ്ഞു, സോ ഡെഫിനറ്റ്ലി നമുക്ക് ന്യൂട്ടൺ പ്രപ്പോസ് ചെയ്ത ആ ഒരു ഐഡിയ നമുക്ക് തിയറി എന്ന് വിളിക്കാം. ബിക്കോസ് ഹി കുഡ് എക്സ്പ്ലെയിൻ ടു ഓഫ് ദ ബേസിക് ഫിനോമിനൻസ് ഓഫ് ലൈറ്റ് കോൾഡ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. ആ കാര്യം ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ന്യൂട്ടന് പറ്റി. അപ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ നാച്ചർ പാർട്ടിക്കിളാണ് എന്നങ്ങ് ഉറപ്പിക്കാൻ പറ്റുമോ? ആ സമയത്തുണ്ടായിരുന്ന നമ്മുടെ ശാസ്ത്രലോകത്തുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുമ്പോഴാണ് വേറെ ചില പ്രശ്നങ്ങൾ ഇതിലേക്ക് വന്നത്. ലൈറ്റിന് വേറെയും ചില ഫിനോമിനൻ ഉണ്ട്. ഇതും നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, കഴിഞ്ഞ ചാപ്റ്ററിൽ, അതായത് വേവ് ഒപ്റ്റിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഫിനോമിനൻ ആയിരുന്നു ഇൻ്റർഫറൻസ്. ഓർമ്മയുണ്ടോ എന്താണ് ഇൻ്റർഫറൻസ്? ഉണ്ട്. ഞാനൊരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങളടുത്ത്. ക്യാൻ യു പ്രൊഡ്യൂസ് ഡാർക്ക്നെസ് ബൈ ആഡിങ് ലൈറ്റ് ആൻഡ് ലൈറ്റ്? ചോദ്യം മനസ്സിലായോ? ലൈറ്റും ആഡ് ചെയ്തിട്ട് ഡാർക്ക്നെസ് ഉണ്ടാക്കാൻ പറ്റുമോ? പ്രാക്ടിക്കലി ആലോചിക്കും. ഞാനിപ്പോൾ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ പ്രാക്ടിക്കലി ആലോചിച്ച് നോക്കുക. എൻ്റെ കയ്യിൽ 2 ടോർച്ച് ഉണ്ട്. ഞാൻ ആ 2 ടോർച്ചും കൂടെ ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യാണ്. ഒരു ഡാർക്ക് റൂമിൽ ഞാൻ ഇരുന്നിട്ട് 2 ടോർച്ചും കൂടെ ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്തിട്ട് ആ ഫോക്കസ് ചെയ്യുന്ന റീജിയനിൽ എനിക്ക് ഡാർക്ക്നെസ് വേണം. പോസിബിൾ ആണോ? നമ്മുടെ നോർമൽ ലോജിക്ക് അനുസരിച്ച് ഒരിക്കലും പോസിബിൾ അല്ല അല്ലേ? പക്ഷേ ഫിസിക്സ് പറയുന്നത് ഇറ്റ്സ് പോസിബിൾ എന്നാണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഇൻ്റർഫറൻസ്. ആ ഇൻ്റർഫറൻസിൽ നിങ്ങൾ അതിൻ്റെ സക്സസ്ഫുൾ എക്സ്പ്ലനേഷൻ പഠിച്ചിട്ടുണ്ട്. ഇൻ്റർഫറൻസിൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? യെസ്, ദ ഫിനോമിനൻ ഓഫ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് എനർജി ഡ്യൂ ടു ദ സൂപ്പർ പൊസിഷൻ ഓഫ് 2 or more waves. അല്ലേ? ലൈറ്റിൻ്റെ സൂപ്പർ പൊസിഷൻ കൊണ്ട് എനർജി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഫിനോമിനനാണ് ഇൻ്റർഫറൻസ്. അതേ ചാപ്റ്ററിൽ പഠിച്ച രണ്ടാമത്തെ ഒരു ഫിനോമിനനാണ് ഡിഫ്രാക്ഷൻ. ഓർമ്മയില്ലേ? ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണ്. ഈ ബെൻഡിങ് ഓഫ് ലൈറ്റ് എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ നമ്മളൊരു ബെൻഡിങ് ഓഫ് ലൈറ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ബെൻഡിങ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ. അത് തന്നെയാണോ ഡിഫ്രാക്ഷൻ? ഇവിടെ നമ്മൾ പറയുന്നത് ബെൻഡിങ് ഓഫ് ലൈറ്റ് എന്ന് തന്നെയാണ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിഫ്രാക്ഷൻ ആൻഡ് ഡിഫ്രാക്ഷൻ? യെസ്, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബെൻഡിങ് ഓഫ് ലൈറ്റ് വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ പാത്തിൽ ഉണ്ടാവുന്ന ഡീവിയേഷനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഡിഫ്രാക്ഷൻ എന്തായിരുന്നു? ആ ബെൻഡിങ് അല്ല. ഇറ്റ് ഈസ് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് വെൻ ലൈറ്റ് മൂവ്സ് അറൌണ്ട് ദ എഡ്ജസ് ഓർ കോർണേഴ്സ് ഓഫ് എൻ ഒബ്സ്റ്റാക്കിൾ. ഓർമ്മയുണ്ടോ? ഒരു ഒബ്സ്റ്റാക്കിളിൻ്റെ എഡ്ജിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ പാത്തിൽ ഉണ്ടാവുന്ന ചെറിയ ബെൻഡിങ്, ഈ ബെൻഡിങ്ങിനെയാണ് എന്ത് പറയുന്നത്? ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഓർമ്മയിൽ നിങ്ങൾക്ക് ഷാഡോസ് ഡു നോട്ട് ഹാവ് ഷാർപ്പ് എഡ്ജസ്. ഇപ്പം എത്ര ഷാർപ്പ് എഡ്ജുള്ള ബോഡി ആണെങ്കിലും അതിൻ്റെ ഷാഡോ നമ്മൾ നോക്കിയാൽ അതിൻ്റെ എഡ്ജ് ഒരിക്കലും ഷാർപ്പ് ആയിരിക്കില്ല. എന്താ കാരണം? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഡിഫ്രാക്ഷൻ ആണ്, ബെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, പോട്ടെ, ഞാൻ അതൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മുടെ ടോപ്പിക് അതല്ല. എങ്കിലും ഡിഫ്രാക്ഷൻ ആണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ച രണ്ടാമത്തെ ലൈറ്റിൻ്റെ ഫിനോമിനൻ. ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് പോളറൈസേഷൻ. ഓർമ്മയില്ലേ? ഡെഫിനിഷൻ എന്തായിരുന്നു? പോളറൈസേഷൻ ഈസ് ദ ഫിനോമിനൻ ഓഫ് കൺവേർട്ടിംഗ് ആൻ അൺപോളറൈസ്ഡ് ലൈറ്റ് ഇൻ ടു എ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഈ അൺപോളറൈസ്ഡ് എന്താണ്, പ്ലെയിൻ പോളറൈസ്ഡ് എന്താണെന്നൊക്കെ അറിയാലോ. നിങ്ങൾ എവിടെയെങ്കിലും ഈ പോളറൈസേഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ യൂസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടാവില്ലേ? കൂളിംഗ് ഗ്ലാസ് സൺഗ്ലാസ് യൂസ് ചെയ്തിട്ടില്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ കൂളിംഗ് ഗ്ലാസിനെ കൂളിംഗ് ഗ്ലാസ് എന്ന് വിളിക്കുന്നത്? കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഫിനോമിനൻ പോളറൈസേഷൻ. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, ന്യൂട്ടൺ പ്രപ്പോസ് ചെയ്ത തിയറിക്ക് ഈ ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അതായത് പാർട്ടിക്കൽ നാച്ചർ വെച്ചിട്ട് ഡിഫ്രാക്ഷനും ഇൻ്റർഫറൻസും പോളറൈസേഷനും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയിട്ടില്ല? ന്യൂട്ടന് പറ്റിയിട്ടില്ല. സോ ദർ ആർ ഡ്രോബാക്സ് ഫോർ ന്യൂട്ടൺസ് കോർപ്പസ്കുലർ തിയറി.
അപ്പം അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി. അപ്പോഴാണ് ക്രിസ്ത്യൻ ഹൈജൻസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പുതിയൊരു തിയറി, ലൈറ്റിൻ്റെ നേച്ചർ പാർട്ടിക്കിൾ അല്ല, ലൈറ്റിൻ്റെ നേച്ചർ വേവ് ആണ് എന്നൊരു ഐഡിയ പ്രപ്പോസ് ചെയ്യുന്നത്. സോ ലൈറ്റ് ഈസ് ട്രാവലിംഗ് ആസ് എ വേവ്. വാട്ട് ഈസ് മീൻ ബൈ വേവ്? വേവ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഡെഫിനിഷൻ നിങ്ങൾ +1 അവസാനത്തെ ചാപ്റ്ററിൻ്റെ പേര് വേവ്സ് എന്നായിരുന്നു അല്ലേ? ഇനി അതുകൂടാതെ ഈ വർഷം +2 തന്നെ നമ്മൾ 8ാമത്തെ ചാപ്റ്റർ ആയിട്ട് പഠിച്ചത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന ചാപ്റ്ററാണ്. വാട്ട് ഈസ് മീൻ ബൈ വേവ്? ഡെഫിനിഷൻ പറയൂ. വേവ്സ് ആർ ദ ഡിസ്റ്റർബൻസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ മീഡിയം ഡ്യൂ ടു ദ പീരിയോഡിക് വൈബ്രേഷൻസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം അല്ലേ? ഒരു ഡെഫിനിഷൻ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, വേവ് ഈസ് സംതിങ് വിച്ച് ക്യാരീസ് എനർജി ഫ്രം വൺ പോയിന്റ് ടു അനദർ വിതൗട്ട് ദ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ. അതായത് ഒരു സ്ഥലത്തു നിന്നും എനർജിയെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന എന്തോ ആണ് വേവ് വിത്തൗട്ട് ദ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു വേവ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒരിക്കലും അവിടെ മാറ്ററിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നില്ല, എനർജി മാത്രമേ എത്തുന്നുള്ളൂ. ഞാൻ പറഞ്ഞെന്താണെന്ന് മനസ്സിലായോ? ഇപ്പം സൗണ്ട് ഒരു വേവ് അല്ലേ? ആണല്ലോ. അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കാം. അതിൻ്റെ അർത്ഥം എൻ്റെ സൗണ്ട് എനർജി നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അവിടെ ഏതെങ്കിലും മാറ്റർ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ടോ? ഇതല്ലാതെ സൗണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു, ദാറ്റ്സ് ഫൈൻ. മാറ്റർ വരുന്നുണ്ടോ? ഇല്ലല്ലേ. മാറ്റർ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ കൂടുതൽ സമയം ഇരിക്കാൻ പറ്റുമോ? സോ വേവ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എന്ത് മാത്രമാണ്? എനർജി മാത്രമാണ്. നമുക്കിതിലേക്ക് വരാം. അപ്പോൾ ഹൈജൻസ് പറഞ്ഞത് ലൈറ്റിൻ്റെ നേച്ചർ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ വേവ് നേച്ചറാണ്. ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഇൻ ദ ഫോം ഓഫ് എ വേവ്. വാട്ട് ഡു യു ഫീൽ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ലൈറ്റ് വേവ് ആണോ? ആണല്ലേ. അതുകൊണ്ടാണ് വേവ് ഒപ്റ്റിക്സ് പഠിച്ചത്. പക്ഷെ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു തിയറി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ആ ലൈറ്റിൻ്റെ എല്ലാ ഫിനോമിനും നമുക്ക് ഏത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം? ആ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. നോക്കാം, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള 2 കാര്യങ്ങൾ, ഒന്ന് റിഫ്ലക്ഷനും മറ്റേത് റിഫ്രാക്ഷനും ആയിരുന്നു. ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹൈജൻസിൻ്റെ വേവ് തിയറിക്ക് പറ്റിയിട്ടുണ്ടോ? പഠിച്ചാണ് വേവ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ, ഓർമ്മയില്ലേ? പറ്റിയിട്ടുണ്ടോ? യെസ്. രണ്ടിൻ്റെയും പ്രൂഫ് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ലോ ഓഫ് റിഫ്ലക്ഷനും ലോ ഓഫ് റിഫ്രാക്ഷനും വേവ് തിയറി ഉപയോഗിച്ച് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. സോ ക്രിസ്ത്യൻ ഹൈഗൻസിൻ്റെ വേവ് തിയറി ഇറ്റ് കുഡ് സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. പിന്നീട് വരുന്ന 3 കാര്യങ്ങളാണ് ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും പോളറൈസേഷനും. ഇത് 3ഉം നമ്മൾ പഠിച്ചത് വേവ് ഒപ്റ്റിക്സിലല്ലേ? ആണല്ലോ. അതിൻ്റെ അർത്ഥം ഈ 3 കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനും ആർക്ക് പറ്റി? വേവ് തിയറിക്ക് പറ്റി. സോ വാട്ട് ഡു യു ഫീൽ? വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ലൈറ്റ്? ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ലൈറ്റിൻ്റെ നേച്ചർ പാർട്ടിക്കിൾ ആണോ വേവ് ആണോ? വേവ് ആവാനാണ് സാധ്യത അല്ലേ? ഇത്രയും, അതായത് 5 ബേസിക് ഫിനോമിനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ തിയറി എന്നുള്ള രീതിയിൽ വേവ് തിയറി അഡോപ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്താണ് വേറൊരു ഇഷ്യൂ വന്നത്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഈ 5 കാര്യങ്ങളും ഓക്കെ. പ്രോബ്ലം ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇങ്ങനൊരു കാര്യം വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. നോക്കാം എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, വേവ് തിയറി ഫെയിൽ ടു എക്സ്പ്ലെയിൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ലൈറ്റിൻ്റെ ബേസിക് ഫിനോമിനായിട്ടുള്ള ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏത് തിയറിക്ക് പറ്റിയില്ല? ഹൈജൻസ് പ്രപ്പോസ് ചെയ്ത വേവ് തിയറിക്ക് പറ്റിയില്ല. ദാറ്റ് മീൻസ് അതും റിജക്റ്റ് ചെയ്യപ്പെട്ടു. പൂർണ്ണമായും റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും ന്യൂട്ടൺ പ്രപ്പോസ് ചെയ്ത കോപ്പസ്കുലാർ തിയറിയും ഹൈജൻസ് പ്രപ്പോസ് ചെയ്ത വേവ് തിയറിയും കംപ്ലീറ്റ്ലി കറക്റ്റ് അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സോ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ലൈറ്റ്? എന്താണ് ലൈറ്റിൻ്റെ ശരിയായ നേച്ചർ? ഈ ചോദ്യത്തിൻ്റെ ആൻസറാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ കഴിയുമ്പോഴേക്കും ലൈറ്റിൻ്റെ നേച്ചർ എന്ത്, അല്ലെങ്കിൽ റേഡിയേഷൻ്റെ നേച്ചർ എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും. റെഡി? തുടങ്ങാം നമുക്ക്. ഓക്കെ, സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. നിങ്ങൾക്കറിയാം, എല്ലാ സബ്സ്റ്റൻസും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ് അല്ലേ? ആറ്റത്തിൻ്റെ ഡെഫിനിഷൻ എന്താ? സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ്. ആറ്റത്തിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, നന്നായിട്ട് അറിയാം നിങ്ങൾക്ക്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ന്യൂക്ലിയസ് അറ്റ് ദ സെൻറ്റർ, ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഇൻ എ ഫിക്സ്ഡ് ഓർബിറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതൊരു മെറ്റൽ സർഫസ് ആണ്. ഇറ്റ്സ് എ മെറ്റൽ. കാണുന്നുണ്ടല്ലോ മെറ്റൽ എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്? മെറ്റൽസിനെ നിങ്ങൾ കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്റർ ഓർമ്മ ഉണ്ടോ? നമ്മൾ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് എന്നൊക്കെ സബ്സ്റ്റൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ഈ മെറ്റൽസിനകത്ത്, അല്ലെങ്കിൽ ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സിനകത്ത് കറണ്ട് കണ്ടക്ഷൻ നടക്കുന്നത് ഫ്രീ ഇലക്ട്രോൺസ് കൊണ്ടാണ് എന്ന് നിങ്ങൾക്കറിയാം, പഠിച്ചതാണ് അല്ലേ?
ഇപ്പം എന്താണ് ഈ ഫ്രീ ഇലക്ട്രോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഷെല്ലിലൂടെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിനെയാണോ നമ്മൾ ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയുന്നത്? ഇപ്പം ഞാനൊരു സർക്കിൾ വരച്ചിട്ട് നിങ്ങളോട് അതിലൂടെ നടന്നിട്ട് നിങ്ങൾ ഫ്രീ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ല. ഫ്രീ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഫ്രീ ടു മൂവ്, അല്ലേ? അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെല്ലിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണുകളെയാണ്. ഇപ്പോൾ ഇതൊരു മെറ്റൽ പ്ലേറ്റ് ആണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. കാരണം നിങ്ങൾക്കറിയാം ഇറ്റ്സ് എ കണ്ടക്ടർ. ചോദ്യം ഇത്രയേ ഉള്ളൂ, ആ ഇലക്ട്രോൺസിനെ പുറത്തേക്ക് എത്തിക്കാൻ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ? ഈ പ്ലേറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം ആ ഇലക്ട്രോണിനെ. അങ്ങനെ ഇലക്ട്രോണിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ എമിഷൻ. പേര് തന്നെ അറിയാം നിങ്ങൾക്ക് എന്താണ് ഈ സാധനം എന്നുള്ളത്. ഇലക്ട്രോൺ എമിഷൻ. ഇലക്ട്രോണിനെ ഒരു മെറ്റൽ സർഫസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബോഡിയിൽ നിന്ന് നമുക്ക് ആ ഫ്രീ ഇലക്ട്രോൺസുകളെ പുറത്തേക്ക് എത്തിക്കണം. അതിനാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോൺ എമിഷൻ. എന്തെങ്കിലും ഐഡിയ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഈ ഇലക്ട്രോണുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ? പല മെത്തേഡ് ഉണ്ട്. അതിലൊന്നാണ് ഈ മെറ്റലിനെ ചൂടാക്കുക. അതായത് ഏത് മെത്തേഡ് യൂസ് ചെയ്താലും ഇലക്ട്രോൺ പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഗെറ്റ് സഫിഷ്യൻറ്റ് എനർജി. അതായത് ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവാണ്. അപ്പോൾ ഇത് തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ന്യൂക്ലിയസ് ഈ ഇലക്ട്രോണിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ അതിനെ പുറത്തേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യേണ്ട ഒരു എനർജി, എക്സ്ട്രാ എനർജി നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ആ എനർജി എങ്ങനെ കൊടുക്കും എന്നാണ് ചോദ്യം. അതിൽ ഒരു മെത്തേഡാണ്, ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡുമാണ് ഹീറ്റ് കൊടുക്കുക എന്നുള്ളത്, ചൂടാക്കുക. അപ്പം അങ്ങനെ ചൂടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇലക്ട്രോണിനെ പുറത്തേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇലക്ട്രോൺ എമിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമയോണിക് എമിഷൻ എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പേര് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. കാരണം ഹീറ്റാണ്, ഹീറ്റ് മീൻസ് തെർമൽ എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് തെർമയോണിക് എമിഷൻ എന്നതിനെ പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺ എമിഷൻ്റെ ഒന്നാമത്തെ മെത്തേഡാണ് ഏത്? തെർമയോണിക് എമിഷൻ. വേറെ എന്തെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പം ഇത് ക്ലിയർ ആണല്ലോ എന്താണ് ഈ തെർമയോണിക് എമിഷൻ എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്തെങ്കിലും പറയുന്നുണ്ടോ? നോക്കാം. സെക്കൻഡ് മെത്തേഡ് ഈസ് ഫീൽഡ് എമിഷൻ ആണ്. എന്താ ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഈ പാർട്ട് 1 നമ്മുടെ ആദ്യത്തെ പാർട്ടിൽ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചും മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട് അല്ലേ? വാട്ട് ഈസ് മീൻ ബൈ ഇലക്ട്രിക് ഫീൽഡ്? യെസ്, സ്പേസ് അറൗണ്ട് എ ചാർജ് വെയർ ഇലക്ട്രിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? ഒരു ചാർജിന് ചുറ്റും അതിൻ്റെ ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയൻ ഓഫ് സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പേസ് അറൗണ്ട് എ മാഗ്നറ്റ് വെയർ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ്. ഇതിൽ ഫീൽഡ് എമിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫീൽഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യിക്കുക. ഇപ്പോൾ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട്. എന്ത് തോന്നുന്നു, ഏത് ഫീൽഡ് കൊണ്ടായിരിക്കും നമുക്ക് ഈ ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യാൻ പറ്റുക? ഇസ് ഇറ്റ് ഇലക്ട്രിക്, മാഗ്നറ്റിക് ഓർ ഗ്രാവിറ്റേഷണൽ? ഇലക്ട്രിക് ആണ് അല്ലേ, ബിക്കോസ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ചാർജ്. അപ്പോൾ നമ്മൾ ഒരു ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട്, ഫീൽഡ് എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിന് മാത്രമേ ഇലക്ട്രോണിനെ അത്രയും എനർജി കൊടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ വി ഹാവ് ടു അപ്ലൈ എ വെരി സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ്. അതുമാവട്ടെ, ഇങ്ങനെ ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ഫീൽഡ് എമിഷൻ. ഇതും ഓക്കെ ആണല്ലോ? യെസ്. ഇനി മൂന്നാമത്തതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? നമ്മളിവിടെ ഹീറ്റ് കൊടുത്തു, ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. അപ്പോൾ ആദ്യം കൊടുത്തത് ഹീറ്റ് എനർജിയാണ്, രണ്ടാമത് കൊടുത്തത് ഇലക്ട്രിക്കൽ എനർജിയാണ്, മൂന്നാമത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ലൈറ്റ് എനർജിയാണ്. അതായത് ഏതെങ്കിലും ഒരു ലൈറ്റിൻ്റെ സോഴ്സ് ഉപയോഗിച്ചിട്ട് ലൈറ്റിനെ നമ്മൾ ഈ മെറ്റൽ സർഫസിലേക്ക് വിടുക. അങ്ങനെയാകുമ്പോൾ ആ മെറ്റൽ സർഫസിനകത്ത് നിന്ന് ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആരെയാണ്? ലൈറ്റിനെയാണല്ലോ. എങ്കിൽ ഈ എമിഷനെ വിളിക്കുന്ന പേരാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, അതിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. മനസ്സിലായോ? കാര്യം പിടികിട്ടിയല്ലോ. ഇനി എങ്ങനെ നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യും? എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായ ലാംഗ്വേജിൽ നിങ്ങൾ പറയാം. അതായത് ലൈറ്റ് വന്നിട്ട് ഒരു മെറ്റൽ സർഫസിൻ്റെ മേലെ വീഴുമ്പോൾ ആ മെറ്റൽ സർഫസിനകത്തുനിന്ന് ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യപ്പെടുന്ന ഫിനോമിനനെയാണ് എന്ത് പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. എന്താണ് ഇലക്ട്രോൺ എമിഷൻ? ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ ഓർ ഫ്രം എ സർഫസ് വെൻ എനി കൈൻഡ് ഓഫ് എനർജി ഈസ് ഫാളിങ് ഓൺ ഇറ്റ് അല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എനർജി കൊടുത്തിട്ട് ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോൺ എമിഷൻ എന്ന് പറയുന്നത്. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ഇലക്ട്രോൺ എമിഷൻ? നമ്പർ 1 ഈസ് തെർമയോണിക് എമിഷൻ അല്ലേ? അവിടെ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ഏത് എനർജിയാണ് കൊടുക്കേണ്ടത്? ഹീറ്റ് എനർജിയാണ്, ചൂടാക്കുക. രണ്ടാമത്തത് ഫീൽഡ് എമിഷൻ ബൈ അപ്ലൈങ് എ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ്. നമ്പർ 3 ഈസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, അതായത് സഫിഷ്യൻറ്റ് എനർജിയുള്ള ലൈറ്റ് കൊടുത്തിട്ട്. അപ്പോൾ അത് ഞാൻ സഫിഷ്യൻറ്റ് എനർജി എന്ന് സ്പെസിഫൈ ചെയ്യാൻ കാരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു മെറ്റൽ പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ മേലെ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ
ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ ഇലക്ട്രോണിനെ ഈ ന്യൂക്ലിയസിൻ്റെ ഫോഴ്സിൽ നിന്നും ഓവർകം ചെയ്തിട്ട് പുറത്തേക്ക് എത്തിക്കാൻ ആവശ്യമായ എനർജി എത്രയാണോ അത്രയും എനർജിയുള്ള ലൈറ്റ് കൊടുത്താൽ മാത്രമേ ഈജക്ഷൻ നടക്കുള്ളൂ. റൈറ്റ്? ഓക്കെ. അപ്പോൾ ഇതാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ന്യൂട്ടൻ്റെ കോർപ്പസ്കുലർ തിയറിക്കോ ഹൈജൻസിൻ്റെ വേവ് തിയറിക്കോ പറ്റിയിട്ടില്ല. ദെൻ വാട്ട് ഇസ് എ നാച്ചർ ഓഫ് ലൈറ്റ്? അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ആൻസറിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആൻസറിലേക്ക് പോകണമെങ്കിൽ ആദ്യം ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ ഫിനോമിനൻ ആദ്യമായി ഒബ്സർവ് ചെയ്ത സയൻറ്റിസ്റ്റ് ഹെർട്സ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ഹെർട്സ് എക്സ്പെരിമെൻറ്റ്, ആ ഹെർട്സിൻ്റെ എക്സ്പെരിമെൻറ്റ് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാം നമുക്ക്. ഒരു റേഡിയേഷൻ പാസ് ചെയ്യുന്ന സമയത്ത് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് സ്ട്രോങ് റേഡിയേഷൻ ആണെങ്കിൽ ആ സ്പാർക്ക് ഒന്ന് എൻഹാൻസ് ചെയ്യും. ഈ കാര്യമാണ് ഹെർട്സ് ഒബ്സർവ് ചെയ്തത്. അപ്പോൾ ലൈറ്റ് വന്ന് ഒരു മെറ്റൽ സർഫസിൻ്റെ മേലെ വീഴുമ്പോൾ അവിടുന്ന് ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു എൻഹാൻസ്മെൻറ്റ് ആ സ്പാർക്കിന് ഉണ്ടാവുന്നത്. ഇതാണ് ആദ്യമായിട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒബ്സർവ് ചെയ്ത സയൻറ്റിസ്റ്റ് ഹെർട്സ് ആണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തിയത് വേറെ 2 സയൻറ്റിസ്റ്റാണ്. പേര് എനിക്ക് അത്ര ഫെമിലിയർ അല്ല. ഒന്നാമത്തെ സയൻറ്റിസ്റ്റിൻ്റെ പേര് ഇതാണ്. എന്താണ്? ഹാൾവാഷ് ആൻഡ് ലിനാർഡ്. ഇവരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് രണ്ടാമതായിട്ട് ഒബ്സർവ് ചെയ്യും ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തുകയും ചെയ്തത്. സോ ദർ ഇസ് എ വേൾഡ് ഫേമസ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ബൈ ഹാൾവാഷ് ആൻഡ് ലിനാർഡ്. എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലും ഈ ഹാൾവാഷ് ഒബ്സർവ് ചെയ്ത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ സർഫസിൻ്റെ മേലെ ലൈറ്റ് പോയി വീഴുമ്പോൾ ആ സർഫസിൻ്റെ മേലെ നിന്ന് ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അവർ വളരെ ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തി. ദർ ഇസ് എൻ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. നോക്കാം നമുക്ക്. അതിൽ മെയിൻ ആയിട്ടുണ്ടായിരുന്നത് ഒരു ഇവാക്യുവേറ്റഡ് ചാമ്പർ ആയിരുന്നു. ഗ്യാസ് ഒന്നും ഇല്ലാത്ത കംപ്ലീറ്റ്ലി ഇവാക്യുവേറ്റ് ചെയ്ത ഒരു ചാമ്പർ. അതിനകത്ത് 2 മെറ്റൽ പ്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മെറ്റൽ പ്ലേറ്റിൻ്റെ പേർപ്പസ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, കാരണം നമ്മളിവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി ദർ ഷുഡ് ബി എ മെറ്റാലിക് പ്ലേറ്റ്. ആ മെറ്റാലിക് പ്ലേറ്റിൻ്റെ മേലെ നമ്മൾ ലൈറ്റ് ഫോളോ ചെയ്യണം. ആ ലൈറ്റ് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യും. ഇതാണല്ലോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ഒരു ഇവാക്യുവേറ്റഡ് ട്യൂബാണ്, ഗ്ലാസ് ട്യൂബാണ്. അതിനകത്ത് 2 പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ലൈറ്റിനെ ഇതിൻ്റെ മുകളിലേക്ക് ഫോളോ ചെയ്യണം. അങ്ങനെ ലൈറ്റിനെ ഫോളോ ചെയ്യണമെങ്കിൽ ആ ലൈറ്റിന് പാസ് ചെയ്യാൻ വേണ്ട ഒരു വിൻഡോ നമ്മൾ ഓപ്പൺ ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ്. ഇതൊരു ക്വാർട്സ് ഗ്ലാസ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് ലൈറ്റിനെ ഇതിലേക്ക് വിടാൻ വേണ്ടി. സോ ഇൻസിഡൻറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അത് ഏത് പ്ലേറ്റിലേക്ക് വരും? ഇവിടത്തേക്ക് വരും. ഇനി ഈ 2 പ്ലേറ്റിനെയും ഒരു പൊട്ടൻഷ്യൽ സോഴ്സ് അല്ലെങ്കിൽ ഒരു വോൾട്ടേജിൻ്റെ സോഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാവും, എന്തിനാണ് അങ്ങനെ കണക്ട് ചെയ്യുന്നത്? പറയാം. അപ്പോൾ ഇതിനെ ഒരു വോൾട്ടേജ് സോഴ്സുമായിട്ട് കണക്ട് ചെയ്യണം. അതിന് നേരിട്ട് അങ്ങ് കണക്ട് ചെയ്യല്ല ചെയ്യുന്നത്. നോക്കിക്കോളൂ. 2 ടെർമിനൽ. ഇതൊക്കെ എന്താണെന്ന് വല്ല ഐഡിയയും കിട്ടിയോ നിങ്ങൾക്ക്? ഇല്ലല്ലേ? നോക്കാം. ഇത് രണ്ടും 2 മെറ്റൽ പ്ലേറ്റ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതിൽ ഈ മെറ്റൽ പ്ലേറ്റിനെ ഒരു വോൾട്ടേജിൻ്റെ സോഴ്സുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ടെർമിനലിനെ പോസിറ്റീവായിട്ടും മറ്റേതിനെ നെഗറ്റീവായിട്ടും അങ്ങനെയാണല്ലോ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്ത ടെർമിനലിനെയാണ് പൊതുവേ നമ്മൾ നിങ്ങൾക്കറിയാം വിളിക്കുന്നത് കാഥോഡ് എന്നാണ്. അപ്പോൾ ഈ പ്ലേറ്റിന് ഞാൻ സി എന്ന പേര് കൊടുക്കുകയാണ്. പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തതിനെ ആനോഡ്. അപ്പോൾ ഇത് കാഥോഡ് പ്ലേറ്റും ഇതേതുമാണ്? ആനോഡുമാണ്. മനസ്സിലായല്ലോ? യെസ്. ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്? നമ്മൾ ഡയറക്റ്റ്ലി ഈ ബാറ്ററിയുടെ ടെർമിനലുമായിട്ടും കണക്ട് ചെയ്താൽ പോരെ? ഇതിനെ നെഗറ്റീവായിട്ടും ഇതിനെ പോസിറ്റീവായിട്ടും കൊടുത്താൽ പോരെ? അതെന്തിനാന്ന് പറഞ്ഞാൽ ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്. സോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ഒരു കണക്ഷൻ ചെയ്തതിൻ്റെ ഉദ്ദേശം, ഈ സാധനം എവിടെയെങ്കിലും പരിചയമുണ്ടോ ഞങ്ങൾക്ക്? നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിലൊക്കെ ഈ ഒരു ഡിവൈസ് 2-way കീ ഓർമ്മയില്ലേ?
ഇതിൻ്റെ പേർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു കമ്മ്യൂട്ടേറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് മീൻ ബൈ കമ്മ്യൂട്ടേറ്റർ? കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി അല്ലേ. അപ്പോൾ ഈ ഡിവൈസ് അറേഞ്ച്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പൊളാരിറ്റി മാറ്റാം. അതായത് ഇതിപ്പോൾ കാഥോഡും ഇത് ആനോഡുമാണ്. അതായത് ഇതിന് നെഗറ്റീവും അതിനെ പോസിറ്റീവായിട്ടല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. ഇതിന് പോസിറ്റീവും അതിനെ നെഗറ്റീവും ആക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ കാണുന്നത് അമ്മീറ്ററും വോൾട്ട് മീറ്ററുമാണ്. അറിയാലോ എന്താ പേർപ്പസ് ഉള്ളത്. അമ്മീറ്ററിനകത്ത് നമുക്ക് കറണ്ട് മെഷർ ചെയ്യാം. അതിൽ ഇവിടെ ഒരുപാട് കറണ്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നോർമലി അവർ യൂസ് ചെയ്യുന്നത് മൈക്രോ അമ്മീറ്ററാണ്. അതായത് ചെറിയ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഡിവൈസാണ് മൈക്രോ അമ്മീറ്റർ. പിന്നെ വോൾട്ട് മീറ്റർ, ഇതാണ് സോഴ്സ്. ഈ വോൾട്ടേജിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. വോൾട്ടേജ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ കൂട്ടണം, കുറയ്ക്കണം. അതിനേത് ഡിവൈസാണ് യൂസ് ചെയ്യുക? റിയോസ്റ്റാറ്റ് ആണ് അല്ലേ. അപ്പോൾ റിയോസ്റ്റാറ്റിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് വേരിയബിൾ സോഴ്സ് എന്നുള്ള രീതിയിൽ. ഈ ഡയഗ്രാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഈ ഡയഗ്രത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ക്ലിയർ ആണോ ഇത്? ഒന്നും കൂടെ നോക്കാം നമുക്ക്. ഇറ്റ്സ് ആൻ ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ചാമ്പർ. അതിനകത്ത് വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ 2 മെറ്റൽ പ്ലേറ്റ് ആണ് അറേഞ്ച് ചെയ്യുന്നത്. പ്ലേറ്റ് സി, പ്ലേറ്റ് എ, അങ്ങനെ പേര് കൊടുത്തിരിക്കുന്നത് അത് കണക്ട് ചെയ്തിരിക്കുന്ന പൊളാരിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന് കാഥോഡും മറ്റത് ആനോഡും. നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കാഥോഡും, പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ആനോഡുമാണ്. അപ്പോൾ ഈ കാഥോഡ് പ്ലേറ്റിനെയും ആനോഡിനെയും കമ്മ്യൂട്ടേറ്റർ ഉപയോഗിച്ചിട്ട് സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. കമ്മ്യൂട്ടേറ്ററിൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ പൊളാരിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നെഗറ്റീവ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യാം. എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. യെസ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പ്ലേറ്റും ഈ പ്ലേറ്റും തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ നിങ്ങൾ കാണുന്നുണ്ടോ? ഡയറക്റ്റ് കണക്ഷൻ. ഇതിനെ 2 ചേമ്പറിൻ്റെ 2 എൻഡിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഇവാക്യുവേറ്റഡ് ആണ്, ഒന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇത് തമ്മിൽ എന്തെങ്കിലും ഡയറക്റ്റ് കണക്ഷൻ? ഒന്നുമില്ലല്ലേ. ആകെയുള്ള കണക്ഷൻ ഈ ഗ്ലാസ് വഴിയാണ്. യു നോ ദാറ്റ് ഗ്ലാസ് ഈസ് എൻ ഇൻസുലേറ്റർ. അതിലൂടെ കറണ്ട് എന്ത് ചെയ്യില്ല? ഫ്ലോ ചെയ്യില്ല. അപ്പോൾ ഞാൻ ഈ സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്താൽ എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? അമ്മീറ്ററിൽ എന്തെങ്കിലും റീഡിങ് കാണിക്കുമോ? ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്താൽ ഇത് തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് അമ്മീറ്ററിൽ എന്തെങ്കിലും റീഡിങ് ഉണ്ടാവുമോ? നോർമലി ഉണ്ടാവാൻ പാടില്ല. അതാണ് നമ്മൾ പഠിച്ചത് അല്ലേ. കാരണം സർക്യൂട്ട് ഇൻകംപ്ലീറ്റ് ആണ്. സർക്യൂട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? കറണ്ട് ഉണ്ടാവുള്ളൂ. സോ നോർമൽ സിറ്റുവേഷനിൽ അമ്മീറ്റർ കാണിക്കുന്ന റീഡിങ് 0 ആയിരിക്കും. ബിക്കോസ് ദർ ഇസ് നോ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്. പക്ഷേ നമുക്ക് ആ അമ്മീറ്ററിൽ റീഡിങ് കിട്ടാനുള്ള വഴിയുണ്ട്. അതിനാണ് നമ്മളിങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് അല്ലേ. വാട്ട് ഈസ് മീൻ ബൈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? ഇറ്റ്സ് എ ഫിനോമിനൻ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ വെൻ ലൈറ്റ് ഈസ് ഫോളിങ് ഓൺ എ മെറ്റൽ സർഫസ്. അപ്പോൾ ഒരു മെറ്റൽ സർഫസിൻ്റെ മേലെ ലൈറ്റ് ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഇലക്ട്രോണുകൾ ഇജക്ട് ചെയ്യപ്പെടും. കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ, ആണല്ലോ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഉണ്ടെങ്കിൽ അതെന്തായി മാറും? കറണ്ടായിട്ട് മാറും. അപ്പോൾ ഇവിടെ ഈ വിൻഡോ, ക്വാർട്സ് വിൻഡോയിലൂടെ നമ്മൾ ലൈറ്റ് വിത്ത് സഫിഷ്യൻറ്റ് എനർജി, ഞാൻ ആ വേർഡ് വീണ്ടും സ്ട്രെസ് ചെയ്യുന്നു, സഫിഷ്യൻറ്റ് എനർജി ഉള്ള ലൈറ്റിനെ നമ്മൾ ഈ വിൻഡോയിലൂടെ എവിടത്തേക്ക് വിടുന്നു? കാഥോഡ് പ്ലേറ്റിലേക്ക് വിടുന്നു. സോ അക്കോർഡിംഗ് ടു ദ ഡെഫിനേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഇതിന് സഫിഷ്യൻറ്റ് എനർജി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇവിടുന്ന് ഇലക്ട്രോണുകൾ ഇജക്ട് ചെയ്യപ്പെടുമല്ലോ. ചാർജ് ഓഫ് ഇലക്ട്രോൺ ഈസ് നെഗറ്റീവ് അല്ലേ. അപ്പം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ എന്ത് ചെയ്യപ്പെടുന്നു? ഇവിടെ നിന്ന് ഇജക്റ്റ് ചെയ്യപ്പെടുന്നു. ആ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ഈ പ്ലേറ്റിന് നമ്മൾ പോസിറ്റീവ് ടെർമിനലായിട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ പോസിറ്റീവ് പൊട്ടൻഷ്യലുള്ള പ്ലേറ്റ് എ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. അങ്ങനെ അട്രാക്ട് ചെയ്താൽ ഈ ഇലക്ട്രോണുകൾ ഇവിടെ എത്തുകയും സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയും ചെയ്യുമല്ലോ. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പോൾ അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയാൽ അമ്മീറ്റർ റീഡിങ് കാണിക്കുമല്ലോ, ആണല്ലേ. അപ്പോൾ ഈ കറണ്ട് അമ്മീറ്റർ റീഡിങ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്തു എന്നല്ല അർത്ഥം. ആരാണ് ആ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ശരിക്കും? ആ കറണ്ടിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ലൈറ്റ് അല്ലേ. ഈ ലൈറ്റ് ഇല്ലെങ്കിൽ ആ അമ്മീറ്റർ റീഡിങ് കാണിക്കുമോ ഇവിടെ? ഇല്ല. എന്താ കാരണം? ഇലക്ട്രോണിൻ്റെ ഇജക്ഷൻ ഉണ്ടാവില്ല. ഇവിടെ നിങ്ങളിടത്തേക്ക് ഒരു ചാർജ് പോലും എത്തില്ല. സർക്യൂട്ട് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ലൈറ്റ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഇലക്ട്രോൺ ഇജക്ട് ചെയ്യപ്പെട്ടതും ആ ഇലക്ട്രോൺ ഇപ്പുറത്തേക്ക് എത്തിയതുകൊണ്ടാണ് അമ്മീറ്റർ റീഡിങ് കാണിച്ചതും. ശരിയല്ലേ? അപ്പോൾ ഈ കറണ്ടിൻ്റെ കാരണം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് എന്ന് പറഞ്ഞുകൂടെ നമുക്ക്? മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഈ കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്നാണ്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. സോ കറണ്ട് പ്രൊഡ്യൂസ് ഡ്യൂ ടു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് കോൾഡ് വാട്ട്? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. നമ്മുടെ ഹാൾവാഷിൻ്റെയും ലിനാർഡിൻ്റെയും എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് കറണ്ട് ഫ്ലോ ചെയ്യുന്നു, അമ്മീറ്ററിൽ റീഡിങ് കാണിക്കുന്നു, ആണല്ലോ. ഇനി ഞാൻ പറഞ്ഞു നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണം.
വെറുതെ കറണ്ട് ഉണ്ടോ എന്ന് മാത്രം നോക്കാനല്ല ഇത്രയും എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ ഇവർ ചെയ്തത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലെങ്കിൽ ഈ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എങ്ങനെ കൂട്ടാം, എങ്ങനെ കുറക്കാം, ഏതൊക്കെ ഫാക്ടേഴ്സിനനുസരിച്ച് ഇത് മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ മനസ്സിലാക്കി. അതിൽ ആദ്യം ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഒക്കെ ഇതേപോലെ വെച്ചു. ഓർക്കുക, ഇത് കാഥോഡും ഇത് ആനോഡുമാണ്. ദാറ്റ് മീൻസ് ഈ പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവും ഇതിൻ്റെത് പോസിറ്റീവുമാണ്. അല്ലെങ്കിൽ പ്ലേറ്റ് എ ഈസ് അറ്റ് എ പോസിറ്റീവ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു പ്ലേറ്റ് സി. മനസ്സിലായോ? അപ്പോൾ ഇതിന് പോസിറ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജിൽ ഇലക്ട്രോണിനെ ഇതിന് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ ഇവരാദ്യം ചെയ്തത് നമ്മുടെ ലൈറ്റിൻ്റെ, ഇതിനാണല്ലോ ലൈറ്റ് വരുന്നത്, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിൽ ഉണ്ടാവുന്ന വേരിയേഷൻ ഒബ്സർവ് ചെയ്യാണ് ചെയ്തത്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അവരുടെ ഒബ്സർവേഷൻസ് മാത്രമാണ്. ഇതിൻ്റെ കാരണം അല്ല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ ലാബിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒബ്സർവേഷൻസ് ആണ് എടുക്കുന്നത്. അതിൻ്റെ റീസണിലേക്ക് നമ്മൾ പിന്നീടേ പോകുന്നുള്ളൂ. അപ്പോൾ ഇവിടെയും നമ്മൾ ആദ്യം നോക്കുന്നത് വാട്ട് ആർ ദ ഒബ്സർവേഷൻസ്. അതിൽ ആദ്യം ചെയ്തത് ഹൗ ഡസ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ചേഞ്ചസ് വിത്ത് വാട്ട് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മാറുന്നതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിൽ ഉണ്ടാവുന്ന മാറ്റം ഒബ്സർവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവർ ചെയ്തത് ഈ ആദ്യം ഒരു വളരെ കുറഞ്ഞ ഇൻറ്റൻസിറ്റി ഉള്ള ഒരു ലൈറ്റിൻ്റെ സോഴ്സാണ് ഉപയോഗിച്ചത്. വാട്ട് ഈസ് മീൻ ബൈ ഇൻറ്റൻസിറ്റി? ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിൽ ഉണ്ടാവുന്ന മാറ്റം എന്ന് പറയുമ്പോൾ ഇൻറ്റൻസിറ്റി എന്താണെന്ന് അറിയണ്ടേ? ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്നാണ് എന്താ ഉദ്ദേശിക്കുന്നത്? ഓർമ്മയുണ്ടോ? നമ്മുടെ SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അതിൽ 6ാമത്തെ ഒരു ക്വാണ്ടിറ്റി ആയിട്ട് ലുമിനസ് ഇൻറ്റൻസിറ്റി കാൻഡല എന്ന് പറയുന്ന യൂണിറ്റിലാണ്. ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി തന്നെയാണ്. ഇൻറ്റൻസിറ്റിയുടെ ഡെഫിനേഷൻ എമൗണ്ട് ഓഫ് ലൈറ്റ് എനർജി കമ്മിങ് ഔട്ട് ത്രൂ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം എന്നൊക്കെയാണ്. ഓർമ്മയുണ്ടല്ലോ അതൊക്കെ? അതായത് യൂണിറ്റ് ഏരിയയിലൂടെ യൂണിറ്റ് ടൈമിൽ പുറത്തേക്ക് വരുന്ന ലൈറ്റ് എനർജിയുടെ അളവാണെന്ത്? ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി എന്താണ് കൂട്ടുന്നത്? എനർജിയാണ്. അപ്പോൾ കൂടുതൽ എനർജി ഉള്ള അല്ലെങ്കിൽ കൂടുതൽ പവർ ഉള്ള ലൈറ്റ് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് എങ്ങനെയാണ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിൽ മാറ്റം ഉണ്ടാവുന്നത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അവർ ചെയ്തത് വളരെ കുറഞ്ഞ ഇൻറ്റൻസിറ്റി ഉള്ള ഒരു ലൈറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സമയത്തുള്ള ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്തു. പിന്നെ ഗ്രാജുവലി ഇൻറ്റൻസിറ്റി കൂട്ടി. ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് കറണ്ടും എന്ത് ചെയ്തു? ഒബ്സർവ് ചെയ്തു. എന്നിട്ട് ദേ ഹാവ് ഡ്രോൺ എ ഗ്രാഫ്. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചൊരു ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫിൽ Y ആക്സിസിൽ ഈ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടാണ് എടുത്തത്, ഫോട്ടോ കറണ്ട്. X ആക്സിസിൽ ഇൻറ്റൻസിറ്റി എടുത്തു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തായിരിക്കും ഗ്രാഫിൻ്റെ ഷേപ്പ്? ഗസ് ചെയ്താൽ മതി. ഇത് എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസ് ആണ്, പറയാൻ പറ്റുമോ? എനർജി കൂടുമ്പോൾ ഈ കറണ്ടിന് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? കൂടും അല്ലേ? വൈ? ഞാൻ പറഞ്ഞു ആൻസറിലേക്ക്, റീസണിലേക്ക് നമുക്ക് പിന്നീട് പോവാം. ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് കിട്ടിയത്. ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ് അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ റിലേഷൻ ആണ് എന്ന് നിങ്ങൾക്കറിയാം. അതായത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. ശരിയല്ലേ? നമ്മൾ കൊടുക്കുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, അതായത് എനർജി കൂടുന്നതിനനുസരിച്ച് ഈ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡും എന്ത് ചെയ്യും? കൂടി കൂടി വരും. ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് ഒന്നാമത്തെ ഒബ്സർവേഷൻസ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഇതൊരു ഒബ്സർവേഷനാണ്. ഇതിൻ്റെ കാരണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ഇൻറ്റൻസിറ്റി കൂടിയപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടിയെന്നുള്ളത്? യെസ്, കൂടുതൽ എനർജി കൊടുക്കുമ്പോൾ കൂടുതൽ ഇലക്ട്രോണുകൾ അല്ലേ ഇതിൽ നിന്ന് ഇജക്ട് ചെയ്യപ്പെടുകയും അങ്ങനെ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കറണ്ട് കൂടുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. നോക്കാം ഇത് തന്നെയാണോ എക്സാക്ട് റീസൺ എന്നുള്ളത്. സോ എനിവേ, ആദ്യത്തെ ഒബ്സർവേഷൻ ക്ലിയർ ആണല്ലോ. അതായത് നമ്മൾ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ഫോട്ടോ കറണ്ടിൽ എങ്ങനെ മാറ്റം ഉണ്ടാവുന്നു എന്നാണ് ഡിസ്കസ് ചെയ്തത്. സോ ഫസ്റ്റ് ഒബ്സർവേഷൻ ഇസ് ക്ലിയർ. നമുക്ക് അടുത്ത ഒബ്സർവേഷനിലേക്ക് പോവാം. റെഡി? യെസ്. രണ്ടാമത്തത് ശ്രദ്ധിക്കണേ പറയുന്നത്. സോ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എങ്ങനെ മാറുന്നു എന്ന് ചോദിച്ചാൽ ആൻസർ വളരെ സിമ്പിളാണ്. ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യുന്നു? കൂടുന്നു. രണ്ടാമത് അവർ ചെയ്തത് ഹൗ ഡസ് ഫോട്ടോ കറണ്ട് വാരീസ് വിത്ത് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു സോഴ്സ് ഓഫ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ സോഴ്സ് ഓഫ് വോൾട്ടേജ് ആണ് നമ്മുടെ ഈ രണ്ട് പ്ലേറ്റിനും പൊട്ടൻഷ്യൽ ഓഫർ ചെയ്യുന്നത്. ഈ പൊട്ടൻഷ്യലിനനുസരിച്ച് എങ്ങനെയാണ്
ഈ ഫോട്ടോ കറണ്ട് വേരി ചെയ്യുന്നത് എന്നാണ് അവർ രണ്ടാമതായിട്ട് സ്റ്റഡി ചെയ്തത്. ഓക്കെ, അതിൽ ആദ്യം നോക്കുക, നമ്മുടെ പ്ലേറ്റ് എ അതിന് പോസിറ്റീവ് പൊട്ടൻഷ്യൽ അല്ലേ കൊടുത്തത് വിത്ത് റെസ്പെക്ട് ടു പ്ലേറ്റ് സി, അങ്ങനെയല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തുകൊണ്ടാണ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ ആര് അട്രാക്ട് ചെയ്തത്? പോസിറ്റീവ് ചാർജുള്ള ഈ പ്ലേറ്റ് അട്രാക്ട് ചെയ്തത് ആണല്ലോ. അവർ അതൊരു സീറോ പൊട്ടൻഷ്യൽ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഗ്രാജ്വലി പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്തു. പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് കിട്ടിയത് ഈ ഫോട്ടോ കറണ്ടും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കണ്ടു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇതിനിപ്പോൾ പോസിറ്റീവ് വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ദേ സ്റ്റാർട്ട് ഫ്രം 0, പിന്നെ അത് +1 ആക്കി, +2 ആക്കി, അങ്ങനെ ഗ്രാജ്വലി ഈ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള ഇലക്ട്രോൺ, ആ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്, ഇതിന് പോസിറ്റീവ് അല്ലേ? ഇവിടുന്ന് ആദ്യത്തെ ഇലക്ട്രോൺ ഇജക്ട് ചെയ്യപ്പെട്ടു. ആ ഇലക്ട്രോണിന് നേരെ തന്നെ പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഇലക്ട്രോൺ ഫ്രീ ആണ്, അതിന് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. അപ്പോൾ ഇലക്ട്രോണുകൾ ചിലപ്പോൾ ഇങ്ങോട്ട് പോവും, ഈ ഡയറക്ഷനിൽ പോവും. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ഇലക്ട്രോണിനെയാണ് ഈ പോസിറ്റീവ് പ്ലേറ്റ് എന്ത് ചെയ്യുന്നത്? അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പൊട്ടൻഷ്യൽ വളരെ കുറവാണെങ്കിൽ ഒരിക്കലും ഈ ഇലക്ട്രോണുകളെ മുഴുവനായിട്ട് ഇതിനെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഗ്രാജ്വലി ഈ പൊട്ടൻഷ്യൽ കൂട്ടിക്കൊണ്ടിരുന്നാൽ എല്ലാ ഇലക്ട്രോണുകളെയും, നെഗറ്റീവ് ചാർജുള്ള എല്ലാ ഇലക്ട്രോണുകളെയും ആർക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും? ഈ പ്ലേറ്റിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ അട്രാക്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അവർ വീണ്ടും ഒരു ഗ്രാഫ് വരച്ചു. അപ്പോൾ ഗ്രാഫിനകത്ത് നോക്കണേ, ഇവിടെയാണ് അവർ ഫോട്ടോ കറണ്ട് എടുത്തത്. ഇവിടെ എന്തെടുത്തു? പൊട്ടൻഷ്യലും എടുത്തു. ഇപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, എന്തിനാണ് ഈ ഗ്രാഫ് സെൻറ്ററിൽ വരച്ചത്? നേരത്തെയുള്ള ഗ്രാഫിൽ നമ്മൾ പോസിറ്റീവ് എക്സും നെഗറ്റീവ്, പോസിറ്റീവ് എക്സും പോസിറ്റീവ് വൈയും മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ? ഇവിടെ ഇത് വൈ ആക്സസ് ആയിട്ട് എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ പോസിറ്റീവ് എക്സ് കാണാം, ഇപ്പുറത്തെ നെഗറ്റീവ് എക്സും കാണാം. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ വരച്ചത് എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. പറയാം. ആദ്യം നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, 0 സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 0 സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കുറേ ഇലക്ട്രോണുകൾ എന്തായാലും ഈ പോസിറ്റീവ് ഇവിടെ ഇല്ലെങ്കിലും ഇതിൻ്റെ നെഗറ്റീവ് റിപ്പൾസീവ് എഫക്റ്റ് കൊണ്ട് ഇവിടെ എത്തും. അപ്പോൾ ഒരു കറണ്ട് അവിടെ ഉണ്ടാവും. ഇനി ഗ്രാജ്വലി നമ്മൾ ഈ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ ഇലക്ട്രോണുകൾ ഇതിൻ്റെ അടുത്തേക്ക് എത്തും. അപ്പോൾ കൂടുതൽ ഇലക്ട്രോണുകൾ എത്തുക എന്ന് പറഞ്ഞാൽ കറണ്ട് എന്താ സംഭവിക്കുക? കറണ്ട് കൂടൂല്ലേ? അപ്പോൾ കറണ്ട് ഗ്രാജ്വലി കൂടുന്നതായിട്ടാണ് അവർ കണ്ടത്. ഗ്രാജ്വലി കറണ്ട് ഇൻക്രീസ് ചെയ്തു. സംശയമൊക്കെ ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഇത് 0 സ്റ്റാർട്ട് ചെയ്യാത്തത്? നേരത്തെ ഗ്രാഫ് 0 സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? പറയാൻ പറ്റും എന്തുകൊണ്ടാണ് 0 സ്റ്റാർട്ട് ചെയ്തത്? 0 സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഇവിടെ നമ്മൾ 0 എടുത്തു. 0 എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് പൊട്ടൻഷ്യലൊന്നും ഓഫർ ചെയ്യുന്നില്ല എന്നല്ലേ അർത്ഥം? അതായത് ഇതിന് പോസിറ്റീവ് നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷേ പോസിറ്റീവ് കൊടുത്തിട്ടില്ലെങ്കിലും കുറച്ച് ഇലക്ട്രോണുകളെങ്കിലും ഇവിടെ എത്തും. അതെങ്ങനെയാണ്? ഇജക്റ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺ ഞാൻ പറഞ്ഞില്ലേ, ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും പോവാം. റാൻഡമായിട്ട് മൂവ് ചെയ്യുന്നതിൽ കുറച്ചെണ്ണം എന്തായാലും ഏത് പ്ലേറ്റിലെത്തും? എന്ന് പറയുന്ന പ്ലേറ്റിലെത്തും. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യലൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും കറണ്ട് ഉണ്ടാവും. പിന്നെ ഗ്രാജ്വലി നമ്മൾ പൊട്ടൻഷ്യൽ കൂടുന്നതിനനുസരിച്ച് ആ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യും? കൂടി വരും. എന്താ കാരണം? പല ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന ഇലക്ട്രോണുകളൊക്കെ ഇതിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇനി ഇങ്ങനെ പൊട്ടൻഷ്യൽ നമ്മൾ കൂട്ടിക്കൊണ്ടിരുന്നാൽ ഈ കറണ്ട് ഇതേപോലെ കൂടിക്കൊണ്ടേയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ കറണ്ട് ഒരു അൺസ്റ്റോപ്പബിൾ വാല്യൂലൊക്കെ എത്തില്ലേ? ഇല്ല. ഒരു പരിധി വരെ മാത്രമേ നമുക്ക് കറണ്ടിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂട്ടാൻ പറ്റുള്ളൂ. എന്താ കാരണം എന്നറിയോ? ഇപ്പം ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത്, ഇവിടെ ലൈറ്റ് വന്ന് വീണു. ലൈറ്റ് വന്ന് വീണപ്പോൾ ഒരു 100 ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇജക്റ്റ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. അതിൽ ഈ 100 ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് റാൻഡം ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഓരോ സെക്കൻഡിലും 100 ഇലക്ട്രോണുകൾ വീതം ഇജക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. അതിൽ ആദ്യം ഇവിടെ നമ്മൾ ഒരു പൊട്ടൻഷ്യലും അപ്ലൈ ചെയ്യാത്ത സമയത്ത് ഒരു 10 ഇലക്ട്രോൺ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ആ 10 ഇലക്ട്രോൺ കൊണ്ടുള്ള കറണ്ട് മാത്രമാണ്. ഇനി നമ്മൾ ഗ്രാജ്വലി ഈ പൊട്ടൻഷ്യൽ കൂടുന്നതിനനുസരിച്ച് പല ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന ഇലക്ട്രോണുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഈ 100 ഇലക്ട്രോണുകളും ഇവിടെ എത്തില്ലേ? അങ്ങനെ 100 ഇലക്ട്രോണുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൽ കൂടുതൽ കറണ്ടിന് പോസിബിലിറ്റി ഉണ്ടോ? പറഞ്ഞു മനസ്സിലായോ? 100 ഇലക്ട്രോണുകളാണ് ആകെ ഇജക്ട് ചെയ്യപ്പെട്ടത്. അതിൽ ആദ്യം എത്തിയത് എത്ര ഇലക്ട്രോണുകൾ മാത്രമാണ്? 10 മാത്രമാണ്. നമ്മൾ പൊട്ടൻഷ്യൽ കൂടുന്നതിനനുസരിച്ച് ആ 10 എന്നുള്ളത് 20 ആവും, 30 ആവും, 40 ആവും. കാരണം ഈ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടി വരികയാണ്. ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇജക്ട് ചെയ്യപ്പെട്ട മുഴുവൻ ഇലക്ട്രോണുകളെയും ആര് കളക്ട് ചെയ്യും? നമ്മുടെ എ എന്ന് പറയുന്ന പ്ലേറ്റ്, വേണമെങ്കിൽ കളക്ടർ പ്ലേറ്റ് എന്നൊക്കെ നമുക്ക് അതിനെ വിളിക്കാം. അങ്ങനെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇജക്ട് ചെയ്ത മുഴുവൻ ഇലക്ട്രോണുകളും അവിടെ എത്തിയെന്നല്ലേ അതിൻ്റെ മീനിങ്. അതായത് കറണ്ട് എന്തായി മാറും? ഒരു സ്റ്റഡി കറണ്ടായി മാറും. ദാറ്റ് മീൻസ് നമ്മുടെ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ഇത് നേരെ ഇങ്ങനെയായി മാറും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയി മാറുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ കറണ്ടിന് പോസിബിലിറ്റി ഇല്ല എന്നല്ലേ അർത്ഥം? അല്ലെങ്കിൽ കറണ്ട് അതിൻ്റെ മാക്സിമം പോസിബിൾ വാല്യൂവിലെത്തി അല്ലേ? മാക്സിമം പോസിബിൾ വാല്യൂ നമുക്ക് സാച്ചുറേറ്റഡ് കറണ്ട് എന്ന് വിളിക്കാം. അതായത് ഈ കറണ്ട്, ഈ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് കറണ്ടിനെയാണ്? സാച്ചുറേറ്റഡ്. അറിയാലോ ആ വാക്കിൻ്റെ അർത്ഥം?
സാച്ചുറേറ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം പോസിബിൾ വാല്യൂ അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇവിടെ കറണ്ട് അതിൻ്റെ മാക്സിമം പോസിബിൾ വാല്യൂ അറ്റൈൻ ചെയ്തു. ദാറ്റ് മീൻസ് ആ കറണ്ട് എന്തായി മാറി? സാച്ചുറേറ്റഡ് ആയി മാറി. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ രണ്ടാമത്തെ ഒബ്സർവേഷൻ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൂടുന്നതിനനുസരിച്ച്, നമ്മളിവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൂടുന്നതിനനുസരിച്ച് ആദ്യം കറണ്ട് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുകയും പിന്നീട് ആ കറണ്ട് എന്തായി മാറുകയും ചെയ്യും? കോൺസ്റ്റൻ്റ് ആയി മാറുകയും ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഒബ്സർവേഷനിൽ? സംശയം നിങ്ങൾക്ക് ഉണ്ടാവാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ ഉള്ളത്. റീസണിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഞാൻ പറഞ്ഞു ഇതൊരു ഒബ്സർവേഷൻ മാത്രമാണ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മുടെ ആദ്യത്തെ ഒബ്സർവേഷൻ എന്തായിരുന്നു? ഫസ്റ്റ് വൺ ഇൻറ്റൻസിറ്റി അല്ലേ? ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് എന്താ സംഭവിക്കുക? ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും ആണല്ലോ. രണ്ടാമത്തത് നമ്മൾ ഇൻറ്റൻസിറ്റിയെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. നമ്മൾ ആരെയും അഡ്ജസ്റ്റ് ചെയ്ത്? പൊട്ടൻഷ്യലിനെ. അപ്പോൾ പൊട്ടൻഷ്യലിനെ വെച്ചിട്ട് പൊട്ടൻഷ്യലിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് കറണ്ട് എങ്ങനെ മാറുന്നു എന്നല്ലേ നമ്മളിപ്പോൾ സ്റ്റഡി ചെയ്തത്. ആ സമയത്ത് ഇൻറ്റൻസിറ്റി നമ്മൾ മാറ്റിയിട്ടില്ല. ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക ചെയ്തത്. ഐഡിയ കിട്ടുന്നുണ്ടോ? ഇനി നമ്മളിപ്പോൾ ചെയ്ത ഇതേ എക്സ്പെരിമെൻറ്റിനെ ഞാൻ വേറൊരു ലൈറ്റ് ഉപയോഗിച്ച്, വേറൊരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റിയിൽ വ്യത്യാസമുള്ള ഒരു ലൈറ്റ് ഉപയോഗിച്ച് വീണ്ടും ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. മനസ്സിലായോ പറഞ്ഞത്? പൊട്ടൻഷ്യലിനനുസരിച്ചുള്ള വേരിയേഷനിലേ നമ്മൾ സ്റ്റഡി ചെയ്തത്. ആ സമയത്ത് ഒരു ഫിക്സഡ് ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നു ലൈറ്റിന്. ഇനി ഇതേ പൊട്ടൻഷ്യൽ വെച്ച് ഞാൻ വീണ്ടും എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ലൈറ്റ് ഞാൻ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കൂടിയ ഇൻറ്റൻസിറ്റിയുള്ള ഒരു ലൈറ്റ് ഞാൻ ഉപയോഗിച്ചു. ആ സമയത്ത് എനിക്ക് കിട്ടിയ ഗ്രാഫ് ഇങ്ങനെയായിരുന്നു. മനസ്സിലായോ? എന്താ ഇതിൻ്റെ മീനിങ്? വീണ്ടും ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് കറണ്ട് കൂടിയില്ലേ? അപ്പോൾ ഇവിടെ ഈ രണ്ട് ലൈനിൽ ഏത് ലൈനാണ് കൂടുതൽ ഇൻറ്റൻസിറ്റിയുള്ള ലൈറ്റ് ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അത് മുകളിലുള്ളതാണ്. അവിടെ കറണ്ട് കൂടുതലല്ലേ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റിനെ വീണ്ടും മാറ്റാം. കൂടുതൽ ഇൻറ്റൻസിറ്റിയുള്ള, ഇനിയും കൂടുതൽ ഇൻറ്റൻസിറ്റി ഉള്ളവരെണ്ണം എടുക്കുക. സോ ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച്, ഇത് നമ്മുടെ ആദ്യത്തെ ഒബ്സർവേഷൻ തന്നെയാണ്. കറണ്ട് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി അല്ലേ? ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് കറണ്ട് എന്ത് ചെയ്യും? കൂടി വരും. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ സീറോയിൽ നിന്ന് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നു. ആ സമയത്ത് ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റിയിൽ ലൈറ്റ് ഉപയോഗിച്ച് ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തു. പറഞ്ഞ കാര്യം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഒന്നാമത്തെ ഇൻറ്റൻസിറ്റി ഞാൻ I1 എന്നെടുക്കുന്നു, രണ്ടാമത്തെ ഇൻറ്റൻസിറ്റി I2 എന്നെടുക്കുന്നു, മൂന്നാമത്തെ ഇൻറ്റൻസിറ്റി I3 എന്നും എടുത്താൽ പറ ഏതാണ് ഏറ്റവും കൂടിയ ഇൻറ്റൻസിറ്റി? I1 ആണോ, I2 ആണോ, I3 ആണോ? I3 ആണ് അല്ലേ? എങ്ങനെ മനസ്സിലായി? അവിടെയാണ് ഏറ്റവും കൂടുതൽ കറണ്ട് കിട്ടുന്നത്. നമ്മുടെ ഒന്നാമത്തെ ഒബ്സർവേഷൻ അനുസരിച്ച് എവിടെയാണോ ഇൻറ്റൻസിറ്റി കൂടുതൽ, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഇൻറ്റൻസിറ്റി ആണ് ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, I3 ഈസ് ഗ്രേറ്റർ ദാൻ I2 ഈസ് ഗ്രേറ്റർ ദാൻ I1. കറണ്ടും അതിനനുസരിച്ച് കൂടി വരുന്നു. ക്ലിയർ ആണോ? ഇത് സംശയമില്ലല്ലോ? ഇല്ല. ഇനി നേരത്തെ തന്നെ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്തിനാണ് ഇങ്ങോട്ടേക്കൊരു സാധനം വരച്ച് കാണിച്ചത് അല്ലേ? അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഇപ്പോൾ പോസിറ്റീവ് പൊട്ടൻഷ്യൽ അല്ലേ കൊടുത്തത്, നമുക്ക് ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഒന്ന് നെഗറ്റീവ് ആക്കാം വിത്ത് റെസ്പെക്ട് ടു ദ പ്ലേറ്റ് സി. ഇപ്പോൾ സിയോട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഈ പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യൽ നേരത്തെ പോസിറ്റീവ് എടുത്തത് ഇപ്പോൾ നമ്മൾ എന്താക്കുക? നെഗറ്റീവ് ആക്കുക. എന്തു തോന്നുന്നു നിങ്ങൾക്ക്? ഫോട്ടോ കറണ്ട് കൂടുകയാണോ ചെയ്യുക, കുറയാണോ ചെയ്യുക നെഗറ്റീവ് കൊടുത്താൽ? യെസ്, കുറയാണ് ചെയ്യുക അല്ലേ? എന്താ കാരണം? ഇവിടെ നിന്ന് ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അപ്പം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്താൽ ഈ പ്ലേറ്റിന് പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണെങ്കിൽ, അപ്പോൾ അവിടെ സംശയമുണ്ട് എങ്ങനെ ഈ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ മാറ്റും എന്നുള്ളത് അല്ലേ? അതിനാണ് നമ്മൾ ആരോ ഉപയോഗിച്ചത്? ഈ കമ്മ്യൂട്ടേറ്ററിന് ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കമ്മ്യൂട്ടേറ്റർ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള പൊട്ടൻഷ്യൽ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഈ ഇജക്റ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺ ഇവിടെ എത്തുമല്ലോ. ഇജക്റ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺ ഇവിടെ എത്തുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യല്ലേ ചെയ്യുക ഈ നെഗറ്റീവ് പ്ലേറ്റ്. മനസ്സിലായോ? അപ്പോൾ വളരെ കൂടിയ എനർജിയുള്ള ഇലക്ട്രോണുകൾക്ക് മാത്രമേ ഈ നെഗറ്റീവിൻ്റെ ഒപ്പോസിഷനെ മറികടന്നുകൊണ്ട് ഏത് പ്ലേറ്റിൽ എത്താൻ പറ്റുള്ളൂ? പ്ലേറ്റ് എയിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഇനി ഒരു 10 ഇലക്ട്രോണുകൾ അവിടെ എത്തുന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ ആ 10 ഇലക്ട്രോണുകളുള്ള കറണ്ടാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു, ആ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂട്ടുക. അതായത് ആദ്യം -10 കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് -15 ആക്കുക, -20 ആക്കുക, ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? വീണ്ടും ഇവിടെ എത്തുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുകയാണോ കുറയാണോ ചെയ്യുക? കുറയല്ലേ ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? നല്ല ഹൈ എനർജി ഇലക്ട്രോണുകൾക്ക് ഇവിടെ എത്തും. ഈ ഓപ്പോസിഷനെ മറികടക്കാൻ ആർക്ക് പറ്റും? ഹൈ എനർജി ഇലക്ട്രോണുകൾക്ക് പറ്റും. പക്ഷേ നമ്മളിവിടെ പൊട്ടൻഷ്യൽ കൂട്ടുമ്പോൾ ആ ഓപ്പോസിഷൻ്റെ പവർ കൂടി വരും. അപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോണുകൾ മാത്രമേ ഇവിടെ എത്തുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ ഈ പൊട്ടൻഷ്യൽ കൂടുന്നതിനനുസരിച്ച് ഇവിടെ എത്താൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ത് ചെയ്യും? കുറഞ്ഞു വരും.
മനസ്സിലായോ? അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് നോക്കണേ, ഞാൻ ഈ പൊട്ടൻഷ്യൽ ഇങ്ങോട്ടേക്ക് കൂട്ടുമ്പോൾ, നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടുമ്പോൾ ഈ ഫോട്ടോ കറണ്ടിൻ്റെ വാല്യൂ കുറഞ്ഞു 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 വന്ന് എത്രയായി മാറും? 0 ആയി മാറും. എന്താ കാരണം? 0 ആവാനുള്ള കാരണം എന്തായിരിക്കും? വളരെ ഫാസ്റ്റായിട്ട് വരുന്ന ഇലക്ട്രോണിനെ പോലും ആരൊപ്പോസ് ചെയ്തു? ഈ നെഗറ്റീവ് പ്ലേറ്റ് ഒപ്പോസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ പോലും എവിടെ എത്തുന്നില്ല? ഈ നമ്മുടെ പ്ലേറ്റ് എയിൽ എത്തുന്നില്ല. എല്ലാ ഇലക്ട്രോണുകളെയും ബ്ലോക്ക് ചെയ്തു. എല്ലാ ഇലക്ട്രോണുകളെയും ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ കറണ്ട് എത്രയായി മാറും? 0 ആയി മാറും. അതുകൊണ്ടാണ് അത് എക്സ് ആക്സിസിൽ വന്ന് മീറ്റ് ചെയ്തത്. അപ്പോൾ ഈ പോയിന്റിൽ കറണ്ട് എത്രയായി മാറി? 0 ആയി മാറി. മനസ്സിലായില്ലേ? ഏത് പൊട്ടൻഷ്യൽ കൊടുത്തപ്പോഴാണ് ഇത് സംഭവിച്ചത്? പോസിറ്റീവാണോ നെഗറ്റീവാണോ? നെഗറ്റീവാണ് അല്ലേ? അപ്പോൾ പ്ലേറ്റിന് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തപ്പോൾ കറണ്ട് എത്രയായി മാറി? 0 ആയി മാറി. ഏതോ ഒരു പൊട്ടൻഷ്യൽ അല്ലേ ഈ കറണ്ട് 0 ആയി മാറുന്നത്? ആണല്ലോ. ആ കറണ്ട് 0 ആയി മാറാനുള്ള കാരണം എന്താ? ഇലക്ട്രോൺ എന്തായി? സ്റ്റോപ്പായി. അപ്പോൾ ആ പൊട്ടൻഷ്യലിനെ ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിനെ പോലും സ്റ്റോപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചൂടെ നമുക്ക്? മനസ്സിലായോ പറഞ്ഞത്? അതായത് കറണ്ട് കംപ്ലീറ്റ്ലി 0 ആണെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് വരുന്ന ഇലക്ട്രോണിനെ പോലും എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് വരുന്ന ഇലക്ട്രോണിനെ പോലും സ്റ്റോപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആയതുകൊണ്ട്, അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ കറണ്ടിനെ സ്റ്റോപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് ഈ പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേര് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. മനസ്സിലായോ? അപ്പോൾ what is mean by stopping potential? It is the potential at which the current becomes, the photo current becomes 0. The negative potential at which the photoelectric current becomes 0 is called what? Stopping potential. മനസ്സിലായില്ലേ? It is denoted by the letter V0. 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. So once again, what is mean by stopping potential? Is it positive potential or negative potential? നമ്മൾ പ്ലേറ്റേക്ക് ഏത് പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോഴാണ് സ്റ്റോപ്പ് ആവുന്നത്? നെഗറ്റീവ് ആണ് അല്ലേ? സോ ഇറ്റ് ഈസ് ദി നെഗറ്റീവ് പൊട്ടൻഷ്യൽ അറ്റ് വിച്ച് ദ ഫോട്ടോ കറണ്ട് ബിക്കംസ് 0. ക്ലിയർ ആണല്ലോ? ഇനി നമ്മളിവിടെ ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റിയിലുള്ള ലൈറ്റ് വെച്ചല്ലേ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തത്. അതിൽ ആദ്യത്തെ ലൈറ്റിൻ്റെ കേസിലാണ് നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇവിടെ കിട്ടിയത്. ഇനി ഞാൻ ചോദിക്കട്ടെ, രണ്ടാമത്തെ ഇൻറ്റൻസിറ്റി ലൈറ്റ് മാറ്റി സെക്കൻഡ് ഇൻറ്റൻസിറ്റിയുള്ള ലൈറ്റ് എടുത്തു, സെയിം എക്സ്പെരിമെൻറ്റ് ചെയ്തു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇവിടെ തന്നെയായിരിക്കുമോ ഇങ്ങോട്ടേക്ക് വരുമോ? നമ്മുടെ ഒരു കോമൺ ലോജിക്ക് അനുസരിച്ച് ഇങ്ങോട്ട് വരും, ആണോ? അവരുടെ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ ഞാനിവിടെ പറയാം. അവർക്ക് കിട്ടിയ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരുന്നു. മനസ്സിലായില്ല അല്ലേ? ഇതൊരു ഒബ്സർവേഷനാണ്. എക്സ്പ്ലനേഷൻ നമുക്ക് പിന്നീട് പഠിക്കാം. നോക്കുക, എന്തായി കിട്ടിയിരിക്കുന്നത്? ഡിഫറെൻ്റ് ഇൻറ്റൻസിറ്റിയിലും ഒരേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലേ കിട്ടിയത്? അതിൻ്റെ അർത്ഥം എന്താ? നമുക്കിങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞൂടെ? നിങ്ങൾ ഏത് ഇൻറ്റൻസിറ്റി എടുത്താലും, ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ കറണ്ട് കൂടും, അത് കറണ്ട് ഉണ്ടെങ്കിലുള്ള കാര്യം. പക്ഷേ കറണ്ട് സ്റ്റോപ്പ് ആവുന്നത് ഒരേ പൊട്ടൻഷ്യലായിരിക്കും. ഏത് ഇൻറ്റൻസിറ്റി എടുത്താലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് സെയിം, അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ എന്ന് പറയാം നമുക്ക്. മനസ്സിലായോ? ഇപ്പോൾ സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവും, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത്. അത് നമുക്ക് നോക്കാം, അത് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഞാൻ പറയുന്നത് എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസ് ആണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ സ്റ്റഡി ചെയ്തത്. ഒന്നാമത്തെ കാര്യം, ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. അതെന്താ നമുക്ക് ആൻസർ കിട്ടിയത്? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? ഇൻറ്റൻസിറ്റി. അതായത് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തത്, പൊട്ടൻഷ്യലിനനുസരിച്ച് എങ്ങനെ മാറും? അതിൽ ആദ്യം നമ്മൾ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തപ്പോൾ കറണ്ട് ആദ്യം ഒന്ന് ഇൻക്രീസ് ചെയ്യും, പിന്നീട് എന്തായി മാറുകയും ചെയ്തു? കോൺസ്റ്റൻ്റ് ആയി മാറുകയും ചെയ്തു അല്ലേ? ആ കോൺസ്റ്റൻ്റ് കറണ്ട് എന്താ വിളിക്കുക? സാച്ചുറേറ്റഡ് കറണ്ട്. അവിടെ എന്താ സംഭവിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അവിടെ തന്നെ നമ്മൾ ഇൻറ്റൻസിറ്റി കൂട്ടുമ്പോൾ ആ സാച്ചുറേറ്റഡ് കറണ്ടിൻ്റെ വാല്യൂ കൂടി വരുന്നതായിട്ട് നമുക്ക് കണ്ടു. അതായത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സാച്ചുറേറ്റഡ് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി. ശരിയാണല്ലോ? ഇനി നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് കറണ്ട് ഗ്രാജുവലി കുറഞ്ഞു വന്നിട്ട് ഒരു പെർട്ടിക്കുലർ പൊട്ടൻഷ്യലിൽ ആ കറണ്ട് എത്രയായി മാറുന്നു? 0 ആയി മാറുന്നു. ശരിയല്ലേ? ആ 0 ആവുന്ന പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് V0 എന്ന ലെറ്റർ കൊണ്ടാണ്. ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റി വെച്ച് നമ്മൾ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത്. എല്ലാ ഇൻറ്റൻസിറ്റിയിലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണ്. ഇൻ അതർ വേർഡ്സ്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വാട്ട്? ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. റെഡിയാണോ? രണ്ട് ഒബ്സർവേഷനും ആണല്ലോ.
ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞു. ഒന്ന്, ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ഫോട്ടോ കറണ്ടിൽ ഉണ്ടാകുന്ന മാറ്റം. രണ്ടാമത്തത് പൊട്ടൻഷ്യലിനനുസരിച്ച് ഫോട്ടോ കറണ്ടിൽ ഉണ്ടാകുന്ന മാറ്റം. അതിലൂടെ നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തി. അതായത് ഇറ്റ്സ് എ പൊട്ടൻഷ്യൽ അറ്റ് വിച്ച് ദ ഫോട്ടോ കറണ്ട് ബിക്കംസ് സീറോ, നെഗറ്റീവ് പൊട്ടൻഷ്യൽ അറ്റ് വിച്ച്. ഈ നെഗറ്റീവ് പൊട്ടൻഷ്യലിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ റിട്ടാർഡിങ് പൊട്ടൻഷ്യൽ എന്നും വിളിക്കാം. കാരണം ഈ വരുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി കുറയ്ക്കുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്, റിട്ടാർഡിങ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ V0 എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ V0 സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൊണ്ട് ഇലക്ട്രോണുകൾ, ഇങ്ങോട്ടേക്ക് വരുന്ന ഇലക്ട്രോണുകൾ സ്റ്റോപ്പ് ആവുന്നു. അതിൽ കറണ്ട് 0 ആയി മാറണമെങ്കിൽ ഒരു ഇലക്ട്രോൺ പോലും എവിടെ എത്തരുത്, നമ്മുടെ പ്ലേറ്റ് എയിൽ എത്താൻ പാടില്ല. ഒരു ഇലക്ട്രോൺ പോലും എന്ന് പറയുമ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് വരുന്ന ഇലക്ട്രോൺ പോലും എവിടെ എത്തരുത്, ഈ പ്ലേറ്റിലെത്തരുത്. അതായത് ഏറ്റവും ഫാസ്റ്റായിട്ട് വരുന്ന ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടിയ എനർജിയോട് കൂടി വരുന്ന ഇലക്ട്രോൺ. ഏറ്റവും കൂടിയ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കൈനറ്റിക് എനർജി അല്ലേ. അപ്പോൾ മാക്സിമം കൈനറ്റിക് എനർജിയുള്ള ഇലക്ട്രോണിനെ പോലും സ്റ്റോപ്പ് ചെയ്യാൻ ഏത് പൊട്ടൻഷ്യലിന് പറ്റണം, ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് പറ്റണം, വേണ്ടേ? നിങ്ങൾ ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ച ഓർമ്മയുണ്ടോ? നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചാണ്. U is equal to QV അല്ലേ. എന്തിൻ്റെ എക്സ്പ്രഷനാണ് ഇത്? It is the energy acquired by a charged particle Q when it is accelerated under a potential difference of V. അത് V വോൾട്ട് നമ്മൾ Q ചാർജിന് അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന എനർജിയാണെന്ത്, QV ആണല്ലോ. എങ്കിൽ ഒരു ഇലക്ട്രോൺ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് വരുമ്പോൾ അതിനുള്ള എനർജി ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, അത് കൈനറ്റിക് എനർജിയാണ് അല്ലേ. അതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അത്രയും കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു എനർജി ഈ പ്ലേറ്റിന് കൊടുക്കാൻ പറ്റണ്ടേ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ വരുന്ന ഇലക്ട്രോൺ, ചാർജ് ഇലക്ട്രോൺ ആയതുകൊണ്ട് ഇലക്ട്രോൺ നമുക്ക് ഏത് ഇലക്ട്രോൺ ഡിനോട്ട് ചെയ്യാം, E. അത് സ്റ്റോപ്പ് ആവുന്ന വോൾട്ട് ഏതാ, V0 അല്ലേ. അപ്പോൾ ആ ഇലക്ട്രോണിൻ്റെ എനർജി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, ഈ V0. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ V0 ആണ് ആ ഏറ്റവും മാക്സിമം സ്പീഡിൽ വരുന്ന ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട എനർജി. അപ്പോൾ മാക്സിമം സ്പീഡിൽ വരുന്ന ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് മാക്സിമം കൈനറ്റിക് എനർജിയാണ്. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, Kmax. ആ Kmax എന്തിന് ഈക്വൽ ആവണം, ഈ V0 ഈക്വൽ ആവണ്ടേ, എങ്കിലല്ലേ ആ ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ Kmax ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്, ഈ V0 എന്ന് കിട്ടിയില്ലേ. മനസ്സിലായോ ഈ ഇക്വേഷൻ? അതായത് ഏറ്റവും ഫാസ്റ്റായിട്ട് വരുന്ന ഇലക്ട്രോൺ, അതിനാണല്ലോ ഏറ്റവും കൂടിയ കൈനറ്റിക് എനർജി ഉണ്ടാകുക. ആ ഏറ്റവും കൂടിയ കൈനറ്റിക് എനർജിയുള്ള ഇലക്ട്രോണിനെ പോലും സ്റ്റോപ്പ് ചെയ്യാൻ ആർക്ക് പറ്റും, ഈ പൊട്ടൻഷ്യലിന് പറ്റും. അപ്പോൾ ഈ മാക്സിമം കൈനറ്റിക് എനർജി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ, ഫോർമുല ഫോർ കൈനറ്റിക് എനർജി, യെസ്, ഹാഫ് mv² അല്ലേ, ഇസ് ഈക്വൽ ടു വാട്ട്, ഈ V0. അതിൽ ഈ ഹാഫ് mv²-നകത്ത് ഹാഫും ഒരു കോൺസ്റ്റൻ്റ് ആണ്, എമ്മും മാസ് ഓഫ് ഇലക്ട്രോണും ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ V² എന്ന് പറയുമ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി ആണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കണം, മാക്സിമം ആയിരിക്കണം. സോ ഹാഫ് mv_max² ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം നമുക്ക്, ഈ V0 എന്ന് എഴുതാം. മനസ്സിലായില്ലേ? ഇതിൽ എം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാസ് ഓഫ് ഇലക്ട്രോൺ, Vmax ഇസ് ദി മാക്സിമം വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ, അല്ലെങ്കിൽ ഏറ്റവും കൂടിയ സ്പീഡിൽ പോകുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയാണ് Vmax. ഈ ചാർജ് ഓഫ് ഇലക്ട്രോൺ, V0 ഇസ് വാട്ട്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇക്വേഷൻ ക്ലിയർ ആണല്ലോ? ഓക്കെ.